ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം. മലപ്പുറത്തുകാരൻ മുജീബ്ക്കയുടെ വീട്ടുപുരയിലേക്ക് ഇന്ന് പുതിയൊരു സംഭവം, അതായത് അൽഫഹം. അൽഫഹം എന്ന് പറഞ്ഞാൽ നമ്മൾ അറബി ഫുഡിലാണ് ഈ അൽഫാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് വിദേശത്ത് കേട്ടോ, നാട്ടിൽ നമ്മൾ സാധാരണക്കാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ അറബി ഫുഡിൽ അൽഫാം ഉണ്ടാക്കുമ്പോൾ അവർ ജസ്റ്റ് ഉപ്പ് മാത്രമേ അതിനകത്ത് ചേർക്കുള്ളൂ. അപ്പോൾ നമുക്കിന്ന് ഒരു മസാലയോട് കൂടിയുള്ള ഒരു അൽഫാം എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിനുള്ള ഒരു ഫ്രഷ് ചിക്കൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളെ മസാലകൾ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 7 പീസ് വെളുത്തുള്ളി. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് മസാല പരട്ടി ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ റെഡി, നമ്മളെ ചിക്കൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം വെക്കാം നമുക്ക്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന അൽഫാം, ഈ അൽഫാം ആയതിൻ്റെ പുറകിലൊരു കഥയുണ്ട്. ആ കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പത്തേമാരിയുള്ള കാലത്ത് എൻ്റെ വല്യുപ്പ ഈ പത്തേമാരിയിൽ ഇവിടെ സൗദി അറേബ്യയിൽ വന്നിട്ട് അന്ന് പുള്ളിക്കാരൻ ഉണ്ടാക്കിയതാണ് ഈ അൽഫാം. ആ പേര് പുള്ളിക്കാരൻ്റെ നിന്ന് കിട്ടിയതാണ് എനിക്ക് ഈ അൽഫാമിൻ്റെ പേര്. ആ കഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ ആദ്യമായിട്ട് വന്നത് ഹൗസ് ഡ്രൈവറായിട്ടാണ് വന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഭക്ഷണത്തിനൊക്കെ വളരെ ക്ഷാമമുള്ള സമയമാണ്. അങ്ങനെ പുള്ളിക്ക് കുബൂസുകൾ വാങ്ങിച്ചു കൊടുന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെ കൊടുക്കലാണ്, ഫ്രീസറിൽ വെച്ച് കൊടുക്കും. അതിന് കുറേശ്ശെ എടുത്ത് ചൂടാക്കി വയ്ക്കലാണ്. ഒരു ദിവസം ഗ്യാസ് തീർന്നു പോയി. അപ്പോൾ പുള്ളിക്കാരൻ കടന്ന് ആലോചിച്ച് എന്ത് ചെയ്യണം. അപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത്. 2-3 കഷ്ണം വിറകുണ്ടായിരുന്നു. ആ വിറകും 2 കഷ്ണം കമ്പിയും കൂടിയും വെച്ച് അതിൻ്റെ മുകളിൽ ആ ചിക്കൻ എന്ത് ചെയ്ത് കുറച്ച് ഉപ്പും തേച്ച് പൊള്ളിച്ചെടുത്ത് കഫീൽ വന്ന് കഴിച്ച് ഇഷ്ടപ്പെട്ട് എന്നെയും കൂട്ടി നേരെ കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ ഒരു മത്സരം നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കഥ ഞാൻ പറയാം. അപ്പോൾ നമ്മളിത് മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിനകത്തൊരു അരമണിക്കൂർ വെക്കുക എന്നുണ്ടെങ്കിൽ മസാല നന്നായിട്ട് പിടിക്കും. ചിക്കനൊക്കെ ഓൾറെഡി നമ്മൾ മസാല ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫഹമിനുള്ള ഈ ഫഹം എന്ന് പറഞ്ഞാൽ ചുട്ടെടുക്കുന്നതെന്നാണ്. ഈ അറബിയിൽ ഫഹം എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റംസിനും ചുട്ടെടുക്കുന്ന എല്ലാ സാധനങ്ങളും, അതായത് തീയിൽ ചുട്ടെടുക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഫഹം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ചിക്കൻ റെഡിയാണ്. അപ്പോൾ നമുക്കുള്ള അതിനുള്ള കനൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മെഴുകാണ്. ഈ മെഴുക് ഒരു 4 പീസ് അതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കാം. കാരണം ചെറിയ കരിയാണ് കിട്ടല്. പക്ഷേ ഇത് ഇന്ന് കിട്ടിയതാണെങ്കിലോ വലിയ കരിയായി പോയി. അപ്പോൾ അത് കാരണം കനൽ ഒരു പ്രശ്നമാണ്. ശരിക്കും കത്തി പിടിച്ചെങ്കിൽ തന്നെ ഇത് കനലായി കിട്ടുള്ളൂ. എന്തായാലും ഒരു 4-5 പീസ് നമ്മൾ വെച്ചിട്ടുണ്ട്. ബാക്കി വേണമെന്നുണ്ടെങ്കിൽ കരി നിറച്ചതിൻ്റെ ശേഷം കൊടുക്കാം. സാധാരണ നമ്മൾ ഇതിൻ്റെ ഒരു 1/3 കരിയാണ് സാധാരണ കിട്ടല്. പക്ഷേ ഇന്ന് നമുക്ക് കിട്ടിയ കരി ഇച്ചിരി വലിപ്പമായി പോയി. എന്ത് ചെയ്യാനാ, വിട്ടുപോയില്ലേ. കത്തിച്ച് കനലാക്കാനുള്ള എല്ലാ പരിപാടികളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കനല ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കനെ എടുത്ത് ഗ്രില്ലിലോട്ട് കയറ്റട്ടോ. മസാല ഉള്ള ഫഹമെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ മസാല ഉണ്ടായിക്കോട്ടെ നന്നായിട്ട്. മസാല ഇല്ലാത്ത പ്രശ്നം വേണ്ട. നമ്മളിത് ലോക്ക് ചെയ്ത് ഇനി നമുക്ക് സാധനം ഏകദേശം സെറ്റപ്പ് ആയിട്ടുണ്ട്. മസാല പുറത്തുള്ളതൊക്കെ നമ്മളൊന്ന് ഫിനിഷാക്കി ഗ്യാപ്പൊക്കെ ഒന്ന് ഫിറ്റായി കൊടുത്ത്. അപ്പോൾ ബിസ്മില്ല, നമ്മുടെ സാധനം ഏകദേശം
നമ്മളെ അടിഭാഗം ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ച് വെച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞ് പോണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞ കഥ, ഈ ഉണ്ടാക്കിയ സാധനം കൊണ്ട് അങ്ങനെ കൊട്ടാരത്തിൽ പോയി. കൊട്ടാരത്തിൽ ചെന്ന സമയത്താണ് അവിടെ ഭയങ്കര ബഹളം നടക്കുന്നത്. ഈ ബഹളം എന്താണെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിനകത്തോടെ ഒരു പാചക മത്സരമാണ് നടക്കുന്നത്. പക്ഷേ ഈ പോകുമ്പോൾ കഫീൽ ഈ വിവരം പറഞ്ഞില്ല. കൊട്ടാരത്തേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു മത്സരം നടക്കാനുള്ള വിവരം പറഞ്ഞില്ല. കാരണം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ പുള്ളി കൂട്ടിക്കൊണ്ടുപോണത്. അങ്ങനെ ഈ മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് വിജയെ പ്രഖ്യാപിക്കുകയാണ്. ഈ വിജയെ പ്രഖ്യാപിക്കുമ്പോൾ ഈ കഫീലിൻ്റെ അടുത്ത് രാജാവ് വിളിച്ചിട്ട് ചോദിക്കുന്നത് ആ ആളുടെ പേരെന്താണെന്ന് ചോദിക്കും. ആളുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ കഫീൽ പറഞ്ഞു മുഹമ്മദ് എന്ന്. മുഹമ്മദ് അല്ല, അൽഫാം മുഹമ്മദാണെന്ന്. അങ്ങനെയാണ് ഈ അൽഫഹം എന്നുള്ള പേരുണ്ടായത്. നമ്മുടെ ഫഹം ഏകദേശം ഹാഫ് വേവായിട്ടുണ്ട്. അപ്പോൾ സ്വല്പം നാരങ്ങൻ്റെ നീര് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പുരട്ടി കൊടുക്കാം. നാരങ്ങ നീരുണ്ടാകുമ്പോൾ ടേസ്റ്റ് വേറെയാണ് ഇതിന്. ചെറിയ പുളിപ്പും സംഭവങ്ങളൊക്കെ ഉള്ളതല്ലേ. അങ്ങനെയാണ് അൽഫാം മുഹമ്മദ് ഉണ്ടായതെന്ന് പറഞ്ഞത്. അങ്ങനെ ഈ പേരിലാണ് പിന്നെ അങ്ങനെ അറിയപ്പെടുന്നത്, അൽഫാം മുഹമ്മദ് എന്ന്. അങ്ങനെ പുള്ളി വന്നതിൻ്റെ ശേഷം പിന്നെ പുള്ളി നാട്ടിൽ വന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിൻ്റെ ട്രിക്കുകളൊക്കെ പറഞ്ഞു തന്ന്. അങ്ങനെ ഇപ്പം ഞാൻ സൗദിയിലെത്തിയപ്പോഴും ആളുകൾ അറിയപ്പെടുന്നത് അൽഫാം മുഹമ്മദിൻ്റെ പേരക്കുട്ടി എന്നും പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്. ഓ കിടു സാധനം അൽഫാം എന്ന് പറഞ്ഞത് കേട്ടോ. നമ്മൾ തിന്നുന്ന അൽഫാമിൽ എരിവും പുളിയൊന്നും ഉണ്ടാവില്ല. ഇത് സൂപ്പർ സാധനം.